ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ മുന്നണികളിലും പാർട്ടികളിലുമുള്ള ഭിന്നതകളും പരസ്യമാവുകയാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPIM-നുള്ളിൽ മാത്രമല്ല LDF-നുള്ളിൽ വിമർശനം ഉയരുന്നു. വയനാട്ടിൽ CPIM അവഗണിച്ചെന്ന പരാതി CPI-ക്കുണ്ട്. മാത്രമല്ല, വിജയസാധ്യതയില്ലാത്ത വയനാട്ടിൽ മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നാണ് നിലപാട്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായ വ്യത്യാസം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24-നോട് തുറന്നു പറഞ്ഞു. ഈ രാഷ്ട്രീയമാനം ഉണ്ടാകുന്ന രാഷ്ട്രീയ ചേരുപക്ഷത്തെപ്പറ്റി എല്ലാ പാർട്ടികളും ഗൗരവമായി ചിന്തിക്കണം. അങ്ങനെയുള്ള മാറ്റങ്ങളുടെ ആശയം എടുത്തറിയാൻ എന്താണ്? ആശയപരമായി, ചിന്താപരമായി, രാഷ്ട്രീയമായി ഉണ്ടാകുന്ന മാറ്റമാണോ അത്തരം മാറ്റങ്ങൾ? ആണെങ്കിൽ അത്തരം മാറ്റങ്ങൾക്ക് ഇതുപോലെ ഒരു ലെസ് ദാൻ എ വീക്ക്, ഒരാഴ്ചക്ക് താഴെ സമയം കൊണ്ട് ആർക്കെങ്കിലും അത്തരം രാഷ്ട്രീയ മാറ്റങ്ങൾ സാധ്യമാകുമോ? ഇതൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. ഷഫീദ് റാത്തൂർ ചേരുന്നു. ഷഫീദ്, സീതി വാഹൻ ഇപ്പോൾ പറയുകയാണ്, സരിനെ പറ്റി എനിക്കൊന്നും അറിയില്ല, എവിടെ നിന്ന് വന്നു, എവിടെ നിൽക്കുന്നു എന്നറിയില്ല. ഇന്ന് പത്രം വായിക്കുമ്പോൾ ഒരു പാർട്ടി, നാളെ പത്രം വായിക്കുമ്പോൾ വേറൊരു പാർട്ടി, ഇത്തരക്കാരോട് താല്പര്യമില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ സരിൻ അവിടെ കാര്യമായി വോട്ട് ഉയർത്തിയിരുന്നെങ്കിൽ ആ വിമർശനം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഉണ്ടാവാത്ത പശ്ചാത്തലത്തിൽ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ ചർച്ചയാകാൻ പോകുന്നില്ലേ CPI-യിൽ മാത്രമല്ല CPM-ലും? ഷഫീദ്, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, അതായത് ചേലക്കരയിലെ വിജയമൂർത്തി ഭരണവിരുദ്ധ വികാരമില്ല എന്ന ഇടതുമുന്നണി പ്രതിരോധിക്കുമ്പോഴും മുന്നണിക്കുള്ളിൽ പാലക്കാട്ടെ തോൽവിയിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും പരസ്യമാകുന്നു എന്നുള്ളതാണ്. സരിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഇപ്പോൾ ചില പ്രതികരണങ്ങൾ പ്രധാനമായും പുറത്തു വരുന്നുണ്ട്. അതിൽ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഒരു രാത്രി കൊണ്ട് നിലപാട് മാറ്റി വരുന്നവരുടെ ആശയ അടിത്തറ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് പരോക്ഷമായി സരിന്റെ സ്ഥാനാർത്ഥിനെതിരെ CPI ഉയർത്തുന്ന ഒരുതരം ചലഞ്ച്, അതല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ കൂടിയാണ്. ദിവാകരൻ കുറച്ചുകൂടി കടന്നുകൊണ്ട്, ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് സരിനെ കുറിച്ച് അറിയില്ല, ഒരു പത്രത്തിൽ വായിക്കുമ്പോൾ ഒരു പാർട്ടിയോടൊപ്പം, അടുത്ത പത്രം വായിക്കുമ്പോൾ മറ്റൊരു പാർട്ടിയോടൊപ്പം എന്നൊക്കെ CPI നേതാക്കൾ പറയുന്നത് അവരുടെ വിയോജിപ്പ് തന്നെയാണ് പ്രകടമാക്കുന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഇനിയുള്ളത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ചേലക്കരയിലും പാലക്കാടും കൊണ്ടുപിടിച്ച പ്രചരണം നടത്തിയ CPIM വയനാട്ടിലേക്ക് എത്തിയപ്പോൾ ആ രീതിയിൽ പ്രചരണം ശക്തമാക്കിയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിമർശനം. അതിൽ വോട്ട് ചോർച്ച, വയനാട്ടിലെ വോട്ട് ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CPI നേതൃത്വത്തിന് വലിയ തരത്തിൽ തലവേദനയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് CPM-നെ കൂടി ഈ വിഷയത്തിൽ കാരണക്കാരാണ്. പാർട്ടി പ്രവർത്തകർക്ക് പോലും അത്ര ദഹിച്ചിട്ടില്ല. ചില സൈബറിനുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇതിനോടകം നമ്മൾ കണ്ടതാണ്. ഇന്നലെ വരെ UDF ക്യാമ്പിൽ വളരെ സജീവമായി നിൽക്കുകയും അവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതുകൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരികയും പെട്ടെന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാകുകയും ചെയ്യുന്നതിലെ ഈ പറഞ്ഞ രാഷ്ട്രീയ മാറ്റം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ദഹിക്കുന്നതല്ല. അതിനെക്കുറിച്ചുള്ള സജീവ വിമർശനങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കം വേണ്ട.